ഒന്ന് പത്രോസിന്റെ 3-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിനകത്ത് ഇങ്ങനെയാ പറയുന്നത്. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് പീറ്റർ chapter 3 verse number 7. In the same way you husbands must give honor to your wives. Treat your wives with understanding as you live together. She may be weaker than you are, but she is your equal partner in God's gift of new life. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. Treat her as you should, so your prayers will not be hindered. ആ വാക്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 1 പത്രോസ് 3-ന്റെ അവളെ കരുതുക, അല്ലെങ്കിൽ അവളെ കാണേണ്ടതുപോലെ കാണുക, നിന്റെ പ്രാർത്ഥനകൾ തടസ്സപ്പെടാതിരിക്കാൻ. അല്ല, ഇത് മനുഷ്യര് പറഞ്ഞല്ല, ഇത് ദൈവവചനത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭർത്താക്കന്മാർക്ക് എഴുതി വെച്ചിരിക്കുന്ന ഭാര്യയെ തുല്യമായിട്ട് കാണാൻ, ഹല്ലേലൂയ, ഭാര്യയെ ദൈവം കാണുന്നത് പോലെ കാണാൻ. എഫെസ്യരുടെ 5-നകത്ത് സ്തോത്രം, അതിന്റെ 25 തൊട്ട് 29 വരെ നോക്കിയാൽ അതിനകത്ത് പരിശുദ്ധാത്മാവ് പറയുക, ഭർത്താക്കന്മാരോട് പറയുക, ഭർത്താക്കന്മാരോട് പറയുക, സഭയെ ക്രിസ്തു എങ്ങനെയാണോ കഴുകി വെടുപ്പാക്കി, തന്റെ വചനത്താല് കഴുകി വെടുപ്പാക്കി എടുത്തത്, അതേപോലെ ചുളുക്കവും കറയും വാട്ടവും ഒന്നുമില്ലാതെ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ സൂക്ഷിക്കുവാനായിട്ടും സ്നേഹിക്കുവാനായിട്ടും തൻ്റെ സ്വന്തം ശരീരത്തിനെ സൂക്ഷിക്കുന്നത് പോലെ തൻ്റെ ഭാര്യയെ സൂക്ഷിക്കാൻ ഒരു ഭർത്താവിന് കടമയുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് വചനം ഇവിടെ പറയുക. ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് തന്നെ തന്നെയാ സ്നേഹിക്കുന്നതെന്ന് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അവരൊരു ശരീരമാണ്. അപ്പം ഭാര്യയെ സ്നേഹമുണ്ടെങ്കിൽ തന്നെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ അവിടെ വചനം എന്നിട്ട് പറയുന്നത് 28-ാം വാക്യം, എഫെസ്യർ 5:28, in the same way husbands ought, man who loves his wife actually shows love for himself. എന്ന് വെച്ചാൽ 5:28. അവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. എന്നിട്ടാണ് പത്രോസിന്റെ ലേഖനത്തിനകത്ത് ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. എന്നിട്ടാണ് പത്രോസിന്റെ ലേഖനത്തിനകത്ത് 3-ാം അധ്യായത്തിനകത്ത് 7-ാം വാക്യത്തിനകത്ത് വരുമ്പം പറയുന്നത്, നീ ഇങ്ങനെ ഭാര്യമാരെ സ്നേഹിച്ചില്ലെങ്കിൽ, സൂക്ഷിച്ചില്ലെങ്കിൽ സ്വർഗം നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന്. ഓ, എന്തൊരു ഇതാ അല്ലേ. അപ്പൊ ഒരു സ്ത്രീക്കും കടപ്പാടുണ്ട്. ഭർത്താവിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കാതെ വണ്ണം വീട്ടിനകത്ത് അസ്വസ്ഥതപ്പെടുത്തല്ലെന്നൊരു ഭാര്യയുടെയും കടപ്പാടുണ്ട്. രണ്ടുപേർക്ക്, ഇരുപേർക്ക് ആർക്കും പറയാൻ പറ്റില്ല, ഓ ബൈബിള് ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് എനിക്ക് എൻ്റെ വഴി എന്തേലും ചെയ്യാൻ. എന്നിട്ട് അയാൾ വേണമെങ്കിൽ അതൊക്കെ കരുതി സ്വസ്ഥമായിട്ട് കണ്ടോണം, ക്ഷമയോടെ കാത്തോണം. അങ്ങനെയൊന്നുമില്ല. ഇതിന് സ്വർഗം കേൾക്കണമെങ്കിൽ ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാലേ സ്വർഗം ഭർത്താവിന്റെ പ്രാർത്ഥന കേൾക്കത്തുള്ളൂ. അപ്പം ഹല്ലേലൂയ, ഈ വീട്ടിനകത്ത് തൻ്റെ മേശയുടെ ചുറ്റിനും മുന്തിരിവള്ളി പോലെ ഭാര്യയെ ഇരുത്തുന്ന ഒരു കർത്താവിനെയാ നമ്മൾ കാണുന്നത്. വെച്ചാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഭവനത്തിനകത്ത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരേപോലെ അവകാശം കൊടുക്കുന്ന ഒരു ദൈവത്തിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം കർത്താവ് അവിടെ പറയാ, ഭർത്താക്കന്മാരെ ഏൽപ്പിക്കുക ഭാര്യമാരെ കരുതുവാനും സൂക്ഷിക്കുവാനും സ്നേഹിക്കുവാനും. അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളിലേക്ക് വരുമ്പോൾ പലവരും പറയുമോ അതെല്ലാം ക്രിസ്തീയ സമൂഹത്തിനുമല്ലേ. കുടുംബത്തിനകത്തായാൽ ഭാര്യ ഭർത്താക്കന്മാരൊരു കുടുംബത്തിനകത്ത് ക്രിസ്തുവിനെ സേവിക്കുന്നവരാണോ, അന്ന് അവര് ഒരു ക്രിസ്തീയ സമൂഹമായി. യേശു കർത്താവ് പറഞ്ഞത്, 2 പേര് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേൾക്കും. യേശു കർത്താവ് പിന്നെയും പറഞ്ഞു, 2 or 3 പേര് എവിടെ വന്ന് എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നോ സംസാരിക്കുന്നോ അവരുടെ മധ്യേ ഞാൻ ഉണ്ട്. ഉറപ്പായിട്ടും അതെ. അപ്പൊ ഒരു കുടുംബത്തിനകത്ത് ഒരു ഭാര്യയും ഭർത്താവും ഒതുങ്ങുന്ന ഒരു ചെറിയ യൂണിറ്റിനകത്ത് ഉറപ്പായിട്ടും
അവർ യേശുവിനെ സ്നേഹിക്കുന്നവരാണോ? യേശു എന്ന് പറയുന്നുണ്ടോ? അവരുടെ നടുവിൽ യേശു ഉണ്ട്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഇവരെ കുറിച്ചും കൂടാണ് 1 പത്രോസിന്റെ 3:8 തൊട്ട് എഴുതിയിരിക്കുന്നത്. സഹോദരനെ സഹോദരി അല്ലെങ്കിൽ സഹോദരന്മാരോടും സഹോദരിമാരോടും എന്ന് പറയുമ്പോൾ അയൽവക്കക്കാര് സഭയിലുള്ളവര്, സഹോദരിമാരോടും എന്ന് പറയുമ്പോൾ അയൽവക്കക്കാര് സഭയിലുള്ളവര്, മറ്റ് ലോകത്ത് വ്യാപരിച്ചു കിടക്കുന്ന ക്രിസ്ത്യാനി സമൂഹത്തിനോട് എന്നോടൊന്നും അല്ല എന്ന് ആർക്കും പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് 1 പത്രോസ് 3:8 തൊട്ട് വായിച്ചാൽ അതിനകത്ത് പറയുന്നു, സിമ്പത്തൈസ്, എന്താ, ഓൾ ഓഫ് യു ഷുഡ് ബി ഒരേ മനസ്സുള്ളവരായിരിക്കണം. അപ്പൊ ഒരേ ശരീരം ആയിട്ടുള്ളവരോടായിരിക്കണം ഇത് പറയുന്നത്, അല്ലെ? എന്ന് വെച്ചാൽ എഫെസ്യർ 5:31 പറയുന്ന, മാൻ ലീവ്സ് ഹിസ് ഫാദർ ആൻഡ് മദർ ആൻഡ് ഇസ് ജോയിൻഡ് ടു ഹിസ് വൈഫ് ആൻഡ് ദ ടു ആർ യുണൈറ്റഡ് ആസ് വൺ. കണ്ടോ? അപ്പനെയും അമ്മയും വിട്ടേച്ച് അവര് തമ്മിൽ ഒന്നാകുന്നു. ഹല്ലേലൂയ. 1 പത്രോസ് 3:8 പറയുന്നു, നിങ്ങൾ എല്ലാവരും ഒരു മനസ്സുള്ളവരായിരിക്കണം. അപ്പോൾ ഒന്ന് ആയവർക്ക് ഒരു മനസ്സാകാൻ സാധിക്കും. അപ്പൊ സഭയിലെ ക്രിസ്തീയ വിശ്വാസിയോട് മാത്രമല്ല പറയുന്നത്, അല്ലെങ്കിൽ ലോകം മൊത്തം വ്യാപരിച്ചു കിടക്കുന്ന ദൈവസഭയോടല്ല, അല്ലെങ്കിൽ മൊത്തം വ്യാപരിച്ചു കിടക്കുന്ന ദൈവസഭയോടല്ല, അല്ലെങ്കിൽ കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് വരുന്നവര് എല്ലാവരും ഒരു മനസ്സായിരിക്കണം, അവരും ഒരു മനസ്സായിരിക്കണം. അത് മാത്രമല്ല, ക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബം, ഒരു അണുകുടുംബം, ആ കുടുംബത്തിനകത്തു പോലും അവരൊരു മനസ്സായിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാര് ഒരു മനസ്സോടെ, ഒരു ശരീരം, ആ കുടുംബത്തിനകത്ത് ഐക്യത ഉണ്ടാവും, ഭാവി സെറ്റിൽഡ് ആയിരിക്കും. എന്നിട്ട് അവിടെ വചനം പറയുക, സിമ്പത്തൈസ് വിത്ത് ഈച്ച് അതർ, ലവ് ഈച്ച് അതർ ആസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. 1 പത്രോസ് 3:8. ബി ടെൻഡർ ഹാർട്ടഡ് and keep a humble attitude. Don't repay evil for evil. Don't retaliate with insult you. Instead, pay them back with a blessing. 8:9 ഒന്ന് വായിച്ചേ. 1 പത്രോസ് 3:8-9. ഒടുവിലായി എല്ലാവരും ഐകമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ഇത് പുറത്തുള്ളവരോട് ചെയ്യും, അല്ലേ? പക്ഷെ വീട്ടിനകത്തുള്ളവരോടോ, വീട്ടിനകത്തുള്ള ഭാര്യയും ഭർത്താവും ഒതുങ്ങുന്നയാണ് കുടുംബത്തിനകത്തോ, ഇത് പ്രാക്ടീസ് ചെയ്യത്തില്ല. ഹല്ലേലൂയ. പുറത്തിറങ്ങിയാല് പുറത്തുള്ള ആൾക്കാരോട് ക്ഷമിക്കും, സ്നേഹിക്കും, വിട്ടുകൊടുക്കും. ഒന്നും അവ പഴയതൊന്നും ഓർക്കത്തില്ല. ഭയങ്കര എളിമയോടെ നിൽക്കും. അത് എളിമയില്ലെങ്കിൽ ആ എളിമ എവിടെയെങ്കിലും ഒക്കെ പൊക്കിക്കൊണ്ടെന്ന് കള്ളത്തരത്തിലുള്ള എളിമയും കൂടെ കാണിക്കും, അല്ലെ? പക്ഷെ കർത്താവിന്റെ വചനം പറയുക, തമ്മില് ഹല്ലേലൂയ, മനസ്സലിവുള്ളവരും സഹതാപം തോന്നുന്നവരും, ഹല്ലേലൂയ, മനസ്സലിവുള്ളവരും സഹതാപം തോന്നുന്നവരും, ഹല്ലേലൂയ. ഒരു ഭാര്യയും ഭർത്താവും ഒതുങ്ങുന്ന ഒരു കുടുംബത്തിനകത്ത്, ഭാര്യ ഭർത്താവ് മക്കളൊക്കെ ഒതുങ്ങുന്ന കുടുംബത്തിനകത്ത് ഒന്ന് എന്താ, ജോലിക്ക് പോയിട്ട് വന്നത്, അയ്യോ കഷ്ടമുണ്ട്, ഇത്രയും നേരം ജോലിക്ക് പോയിട്ട് ഒന്നൊരു ഇച്ചിരി ഒന്ന് സ്നേഹം കാണിച്ചേക്കാം. അങ്ങനെയൊക്കെ എന്തേലും ഒക്കെ ഒന്ന് തണുപ്പിക്കാൻ തമ്മിൽ ചെയ്യുന്നത് എപ്പോഴും നല്ലതാ. ചിലടത്ത് ഭാര്യമാര് പറയും, ഞാൻ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ, എന്നോട് ഇങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല. ഒരാള് ചെയ്താൽ മതി. അത് കുറെ നാള് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ സ്നേഹവും കൊടുത്ത് സമാധാനവും കൊടുത്ത് ക്ഷമിച്ച് നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. മാറാതെ ഇരിക്കത്തില്ല. നമ്മൾ ചെയ്യുന്നത് നല്ല മനസ്സോടെയാണോ? നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സ്നേഹത്തിലാണോ ചെയ്യുന്നത്? ഹല്ലേലൂയ. ആ കുടുംബ ജീവിതത്തിനകത്ത് ആ കുടുംബ ബന്ധത്തിനെ പുലർത്താനാണോ നമ്മൾ ചെയ്യുന്നത്? ഉറപ്പായിട്ടും കർത്താവ് അതിന് പ്രതിഫലം തരും. പ്രതിഫലം തരാതെ പോകത്തില്ല. പറയുന്നു, നിങ്ങളെ എന്ത് പറഞ്ഞാലും, നിങ്ങളെ എന്ത് നിന്ന കാണിച്ചാലും, കുറ്റം പറഞ്ഞാലും, 9-ാം വാക്യം, നിങ്ങളെ എന്ത് ചെയ്താലും പകരം അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ. അനുഗ്രഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ പകരം അനുഗ്രഹിക്കുന്നവരായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അവര് പുറത്തൊക്കെ ഇറങ്ങിയാൽ വളരെ നല്ലതാ. ആ സമൂഹത്തില് വളരെ നല്ല വ്യക്തികള്, മറ്റുള്ളവരുടെ കൺമണികള്, ഒരുപാട് ഉപകാരം ചെയ്യുന്നവരാ. പക്ഷെ വീട്ടിൽ സിംഹം പോലെയും വീട്ടിൽ സ്നേഹമില്ലാത്തവരായും ഒക്കെ കാണിക്കും, അല്ലെ? വീട്ടിൽ ഭയങ്കര ദേഷ്യപ്പെടുന്നവരൊക്കെ
കാണിക്കും അല്ലെ. വീട്ടിൽ ഭയങ്കര ദേഷ്യപ്പെടുന്നവരും ഭയങ്കര ചിട്ടകൾ കൊണ്ടിരുന്നവരും ഒക്കെ ആയിരിക്കും. ഇരുമുഖം കാണിക്കും. പലവരും പറയും എന്തോ പറയാനാ, പുറത്തിറങ്ങിയാൽ ഇയാളെ കുറിച്ച് നല്ല അഭിപ്രായമാ, പക്ഷെ വീട്ടിൽ വന്നാലോ എനിക്കറിയാം തനി രൂപം അല്ലെ. അങ്ങനെ. അല്ലെങ്കിൽ നേരെ തിരിച്ച് സ്ത്രീകളെ കുറിച്ചായിരിക്കണം, ഇവളെ കുറിച്ച് അപ്പനെയും അമ്മയും ഒക്കെ അവൾക്ക് ഇഷ്ടമാണ്, പക്ഷെ വീട്ടിൽ എന്നോട് അവൾക്ക് ഒരു സ്നേഹവുമില്ല എന്ന് എത്ര പേരുടെ കംപ്ലൈന്റ് ഉണ്ട് അല്ലെ. പക്ഷെ ഇന്ന് വചനം നമ്മളോട് നിർബന്ധമായിട്ട് പറയും, ഇത് പൊതുസമൂഹത്തിന് വേണ്ടി മാത്രമല്ല. അവരോടൊക്കെ ഓട്ടോമാറ്റിക്കലി പലവർക്കും സ്നേഹിക്കാനും വിട്ടുകൊടുക്കാനും ഒക്കെ കഴിയും. പക്ഷെ വീട്ടിനകത്ത് എങ്ങനെയാ ഭാര്യ, ഭർത്താവ്, മക്കള് തമ്മില് ഇപ്പോഴും പണ്ട് പറഞ്ഞത്, അന്ന് ആ കല്യാണം കഴിഞ്ഞ ആ നാളുകളിലൊക്കെ പറഞ്ഞ് എന്തേലുമൊക്കെ മുറിവേൽപ്പിച്ച വാക്കുകള് ഇപ്പോഴും ഹൃദയത്തിനകത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് ഇപ്പോഴും പറയുന്നുണ്ടോ, ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടോ, എന്നാലും ഈ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞതാ, എന്നോട് ഇങ്ങനെ ചെയ്താ. ഇന്ന് അതിനെ വിട്ടുകളയണം. സ്തോത്രം. ഇന്ന് മനഃപൂർവ്വമായിട്ട് അതിനെ വിട്ടുകളയണം. പത്രോസ് ചോദിച്ചു, ഞങ്ങളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ഞങ്ങൾ എത്ര തവണ ക്ഷമിക്കണം കർത്താവേ? 7 തവണയോ? യേശു കർത്താവ് പറഞ്ഞു 7 times 70. ഹല്ലേലൂയ. 7 to the power of 7. എന്ത് തവണ ക്ഷമിച്ചത് ഓർക്കും. പിന്നെ 11ാമത്തെ തവണ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 25ാമത്തെ തവണ ക്ഷമിച്ചതൊന്നും ഓർക്കത്തില്ല അല്ലെ. പക്ഷെ കർത്താവ് പറഞ്ഞത് എണ്ണമില്ലാത്ത വണ്ണം നിങ്ങൾ ക്ഷമിക്കാൻ 7 to the power of 70 അല്ലെ. എത്ര 70 വട്ടം. അതിന് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ക്ഷമിക്കാൻ 7 to the power of 70 അല്ലെ. എത്ര 70 വട്ടം. അതിന് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ക്ഷമിക്കാന് കർത്താവ് പറയുന്നേ. അന്ന് ഞാൻ ക്ഷമിച്ചതല്ലേ, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇനി എന്നെ ഇങ്ങനെ ക്ഷമിക്കാനൊന്നും കിട്ടത്തില്ല. നോ. ഹല്ലേലൂയ. ദൈവം ഭർത്താവേ, നീ നിന്റെ ഭാര്യയെ നീ തുല്യമായിട്ട് നീ സ്നേഹിച്ചില്ല എങ്കിൽ സ്വർഗം നിന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന് പറയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഭാര്യയോടും ഇത് തന്നെയുണ്ട്. ഭാര്യയ്ക്കും ഉത്തരവാദിത്വമുണ്ട് ഇതേപോലെ ഐക്യതയോടെയും സ്നേഹത്തോടെയും കുടുംബത്തിനകത്തിരിക്കാൻ. ആർക്കും പറയാൻ പറ്റത്തില്ല ഭർത്താക്കന്മാരുടെ പറഞ്ഞ് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ വചനം പറഞ്ഞത്, സ്ത്രീകളോട് പറഞ്ഞത്, നിന്റെ അകത്തൊരു സ്വസ്ഥതയുടെ ആത്മാവ് ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, അത് പരിശുദ്ധാത്മാവിന് ഭയങ്കര പ്രഷ്യസ് ആണ്. 1 പത്രോസ് 3:4 എന്ന് വെച്ച്, clothe yourselves instead with the beauty that comes from സൗമ്യതയും ശാന്തതയും സൗമ്യതയും ശാന്തതയുമുള്ള മനസ്സ് എന്ന അനശ്വരമായ ഹൃദയത്തിന്റെ ആന്തരിക മനുഷ്യൻ തന്നെ ആയിരിക്കണം. So it is not beauty that comes from outside, but it is beauty that comes from within. അകത്തു നിന്നുള്ള സൗന്ദര്യത്തിനെ കുറിച്ച് ഒരു സ്ത്രീക്ക് ഉണ്ടാവണമെന്ന്. ഫെയ്ഡിങ് ബ്യൂട്ടി ഓഫ് എ ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് വിച്ച് ഇസ് സോ പ്രഷ്യസ് ടു ഗോഡ്. കണ്ടോ? അപ്പൊ സ്വസ്ഥതയുള്ള, എളിമയുള്ള, സമാധാനമുള്ള ഒരു ആത്മാവ് ഒരു സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇത് രണ്ടുപേർക്കും ഒരേപോലെ ഇങ്ങനെ സ്വസ്ഥത ഉണ്ടായാലേ കുടുംബജീവിതമൊക്കെ നല്ലതാവത്തുള്ളൂ സഹോദരി. കുടുംബജീവിതമൊക്കെ നല്ലതാവത്തുള്ളൂ സഹോദരി. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, അയാളോട് എന്ത് പറഞ്ഞാലും അയാളൊന്നും കേൾക്കത്തില്ല. പക്ഷെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക, സ്ത്രീകളെ വിളിച്ചിരിക്കുക, ഒരു സ്വസ്ഥതയുള്ള, ശാന്തതയുള്ള, വിട്ടുകൊടുക്കുന്ന ഒരു സമാധാനത്തിന്റെ ആത്മാവ്. പുരുഷന്മാരോട് പറയാ, നിങ്ങൾ വാക്കുവാദമില്ലാതെ, നിങ്ങൾ നിങ്ങൾ ഭാര്യയെ സ്നേഹത്തോടെ. ഒരു താഴോട്ട് വന്നിട്ട് പറയാ, ക്രിസ്തീയ സമൂഹമായ ഞാൻ വീണ്ടും പറയുന്നു, ഒരു അണുകുടുംബത്തിനോടും കൂടെ ഇത് പറയുന്നേ. ഹല്ലേലൂയ. നിങ്ങൾ തമ്മിൽ ക്ഷമിച്ചും വിട്ടുകൊടുത്തും, ശകാരത്തിന് പകരം ശകാരമില്ലാതെ, കുറ്റത്തിന് പകരം കുറ്റമില്ലാതെ, ഹല്ലേലൂയ, നിങ്ങൾ പകരം അല്ലാതെ, കുറ്റത്തിന് പകരം കുറ്റമില്ലാതെ, ഹല്ലേലൂയ, നിങ്ങൾ പകരം അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ ഭർത്താവ്, ഇന്ന് എന്നെ കേൾക്കുന്ന സ്ത്രീകള്, നിങ്ങളുടെ ഭർത്താവ് എന്തെങ്കിലും നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത എന്തെങ്കിലുമൊക്കെ പറയാം, അന്നേരം ഓഫ് കോഴ്സ് പ്രതികരിക്കാതിരിക്കത്തില്ല. പ്രതികരിക്കുന്ന അന്നേരത്തെ ഇതില പ്രതികരിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രതികരിക്കുന്നത് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്ക് പ്രതികരണം. അതെന്താ അങ്ങനെ പറയുന്നത്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അല്ലാതെ അതിനപ്പുറം വലിയ ബഹളങ്ങളും, നിങ്ങൾ അങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇനി ആഹാരം തരത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ്
അപ്പം ചായ ആയിരിക്കും ഉണ്ടാകുന്നത്, ചായ എടുത്ത് വലിച്ചെറിയോ, കൈ കിട്ടുന്നത് വലിച്ചെറിയോ, അല്ലെങ്കിൽ ഈ പാത്രമൊക്കെ കൊണ്ടുവന്ന് ഈ ഒന്നും നമ്മളെ ക്വയറ്റ് ആൻഡ് ജെന്റിൽ സ്പിരിറ്റ് കണ്ടോ, സ്വസ്ഥതയും ശാന്തതയും സമാധാനമുള്ള ആത്മാവ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ കുറെ ദിവസം കഴിഞ്ഞിട്ട് എന്നാലും ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞല്ലോ, കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ദൈവസന്നിധിയിലോട്ട് കയറി ഇരുന്നിട്ട് എന്നാലും കർത്താവേ ഈ മനുഷ്യൻ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ, ഇതിന് പകരം കാണിച്ചല്ലോ, ഇതിന് പകരം കൊടുക്കണം, പകരം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല. അതൊക്കെ വലിയ പ്രശ്നങ്ങളായി തീരും. തിരുവചനം പറയുന്നത് അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയ. വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായി കാണും, പക്ഷെ മിണ്ടാതെ നിന്നിട്ട് എൻ്റെ കർത്താവെ ഈ മനുഷ്യനെ ഒന്ന് അനുഗ്രഹിക്കണം. തിരിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ ഒന്ന് അനുഗ്രഹിച്ചു നോക്കിക്കേ, അവസ്ഥകൾ മാറും, കുടുംബജീവിതങ്ങൾ മാറും. ഹല്ലേലൂയ. വലിയ എന്നെ ആരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ അനുഗ്രഹിച്ചിട്ട് ഞാൻ അങ്ങ് മടുത്തു, ഒന്നും ഒരു പ്രതിഫലം കാണില്ല, എന്നാ എവിടോ പ്രാർത്ഥനയ്ക്ക് കുറവുണ്ട്, എവിടോ പ്രശ്നം വന്നിട്ട് തന്നെയാ. കർത്താവ് വന്നിട്ട് തന്നെയാ. കർത്താവിന് വിട്ടുകൊടുക്കാൻ, മറന്നു കളയാൻ. ഹല്ലേലൂയ. മറന്നു കളഞ്ഞിട്ട് ഒന്ന് അനുഗ്രഹിക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മറന്നു കളയുന്നില്ലേ? അതേപോലെ മറന്നു കളയാൻ പറ്റുമോ? എന്നിട്ട് കർത്താവ് പറയാ, പകരം ശകാരത്തിന് പകരം ശകാരവും ദോഷത്തിന് പകരം ദോഷവുമല്ല. ഞാൻ പറയാ, എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെ ചെയ്യാനാ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളെ അനുഗ്രഹിക്കും. കണ്ടോ, that is what God has called you to do and he will bless you for it. നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? എന്നാ അനുഗ്രഹിക്കണം. സ്തോത്രം. അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. നമ്മൾ എന്നാ അനുഗ്രഹിക്കണം. സ്തോത്രം. അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ഭയങ്കര എളുപ്പമുള്ളവരാ. സഭയെ അനുഗ്രഹിക്കും, രാജ്യത്തിനെ അനുഗ്രഹിക്കും, ജോലിസ്ഥലത്തെ അനുഗ്രഹിക്കും, സമ്പത്തിനെ അനുഗ്രഹിക്കും, ആരോഗ്യത്തിനെ അനുഗ്രഹിക്കും, എല്ലാം അനുഗ്രഹിക്കും. പക്ഷെ കുടുംബത്തിനെ ഒന്ന് അനുഗ്രഹിക്കുക. സ്വന്തം ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കുക. എന്തെങ്കിലും പറഞ്ഞാലും എടുത്താലും യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവെ. ദൈവം അനുഗ്രഹിച്ചാൽ അവരുടെ അകത്തെ കുറവുകൾ മാറിപ്പോവും. അവരുടെ അകത്തെ കുറവുകൾ മാറിപ്പോയാൽ അവര് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം നല്ല വ്യക്തികളായി തീരും. ഹല്ലേലൂയ. എന്നിട്ട് 10 മെനി ഹാപ്പി ഡേയ്സ്, 1 പത്രോസ് 3:10. കീപ് യുവർ ടങ് ഫ്രം സ്പീക്കിംഗ് ഈവിൽ ആൻഡ് യുവർ ലിപ്സ് ഫ്രം ടെല്ലിംഗ് ലൈസ്. എനിക്ക് തോന്നുന്നു ഒരു കുടുംബജീവിതത്തിനകത്ത് ഏറ്റവും കൂടുതൽ നാവിട്ടടിക്കുന്നത് അല്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആ കുടുംബത്തിനകത്ത് ചിലപ്പം അപ്പൻ അമ്മ മക്കള് ഭാര്യ അപ്പൻ അമ്മ മക്കള് ഭാര്യ ഭർത്താവ് എന്തെങ്കിലും ഒക്കെ മുഖംമൂടിയെല്ലാം ഊരി മാറ്റി വെക്കുന്നത് കുടുംബത്തിനകത്ത് യഥാർത്ഥ രൂപം കാണുന്നത്. സ്വന്തം മറ്റുള്ളവർക്ക് അറിയാൻ മേലാത്ത ഒരു സ്വഭാവമൊക്കെ കുടുംബത്തിനകത്ത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത്. അവിടെ ഒറിജിനൽ സ്വഭാവങ്ങൾ കാണിക്കും അല്ലെ? ദീർഘായുസ് വേണോ? നിങ്ങൾക്ക് അനേക നല്ല ദിവസങ്ങൾ വേണോ? എന്നാ നിങ്ങളുടെ നാവിനെ കള്ളം പറയുന്നതിൽ നിന്നും, നിങ്ങളുടെ ലിപ്സിനെ, നിങ്ങളുടെ വായെ, നിങ്ങളുടെ നാവിനെ ദോഷം പറയുന്നതിൽ നിന്നും, നിങ്ങളുടെ ഒന്ന് മലയാളത്തിൽ വായിച്ച് അതിന്റെ 10ാം വാക്യം. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. If you want to enjoy life and see many happy days, keep your tongue from speaking evil and your lips from telling lies. കണ്ടോ, കുറ്റം പറയാതെയും കള്ളം പറയാതെയും. നിനക്ക് ദീർഘായുസ് വേണോ? സ്വന്തം സന്തോഷമായിട്ടിരിക്കണോ? അല്ലെ? പലവരും കുടുംബജീവിതം കട്ടപ്പുകയായതുകൊണ്ട് അല്ലെങ്കിൽ വട്ടപൂജ്യമായതുകൊണ്ടൊക്കെയാ അവര് ജീവിക്കുവേ വേണ്ട എന്നൊക്കെ ഓർക്കുന്നത്. ഒന്ന് മനഃപൂർവ്വമായിട്ടൊന്ന് സന്തോഷിക്കണം. ഹല്ലേലൂയ. അവസ്ഥയാണെങ്കിലും കർത്താവിലോട്ടൊന്ന് തിരിഞ്ഞിട്ട് ഒന്ന് സ്തോത്രം പറഞ്ഞ് കുടുംബജീവിതത്തിനെ ഓർത്ത് നന്ദി പറഞ്ഞ്. ഒരാള് പണ്ട് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, എഴുതാത്ത പേനയായിരിക്കും, പക്ഷെ ആ എഴുതാത്ത പെന്നാണെങ്കിലും പോക്കറ്റിനകത്തൊന്ന് കിടന്നോട്ട്. എന്നുവെച്ചാൽ 10 പേര് കാണുമ്പം ഭയങ്കര ഒരു ഗമയാ പോക്കറ്റിൽ പെന്നുണ്ട്. ഒന്ന് അറ്റ്ലീസ്റ്റ് വന്ന് ചോദിക്കും, ഒരു പെന്നൊന്ന് തരാമോ, ഒന്ന് എഴുതിക്കോട്ടെ അല്ലെ? പോക്കറ്റിൽ പെൻ ഇട്ടുകൊണ്ട് നടക്കുന്നവര് വളരെ കുറച്ച്. പണ്ടൊക്കെ ഞാനൊക്കെ വളരുന്ന കാലത്തൊക്കെ എല്ലാവരുടെയും പോക്കറ്റിനകത്തൊരു, ആണുങ്ങളുടെ ഒക്കെ പോക്കറ്റിൽ, എൻ്റെ ടീച്ചേഴ്സിന്റെ കോട്ട് പോക്കറ്റിനകത്തൊക്കെ ഞാൻ പെൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് പെന്നും കൊണ്ടൊക്കെ, ഇന്ന്
പകരം മൊബൈൽ ഫോണും കൊണ്ടാണ് നടക്കുന്നത് അല്ലേ? പക്ഷെ ആ പോക്കറ്റിലൊക്കെ ഒരു പെന്നിട്ടോട്ടൊക്കെ നടന്ന ശരിയാ, ഒരു പ്രത്യേക ഗമയാ അല്ലേ? അപ്പം ചിലപ്പം എല്ലാം ഒന്നും ചേർന്ന് വന്നതൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ സ്വർഗം ഒരു ജീവിത പങ്കാളിയെ തന്നല്ലോ, അതിനായി സ്തോത്രം അല്ലേ? അതൊരു വലിയ കാര്യമാ. ഒരു കൂട്ടാളിയെ തന്നല്ലോ, അത് മിടുക്കാക്കി നല്ലതാക്കി എടുക്കുന്നത് നമ്മളുടെ മിടുക്ക. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയാ, നിന്റെ നാവ് വേണ്ടാത്തത് പറയാതെ ഇരിക്കട്ടെ, ദീർഘായുസ് അനുഭവിക്കട്ടെ, നന്മ അനുഭവിക്കട്ടെ. നാവും കൊണ്ട് ആ ഭാര്യയോ ആ ഭർത്തോ അപ്പനെയോ അമ്മയോ മക്കളെ ഒക്കെ ഒന്ന് അനുഗ്രഹിക്കുക. ഹല്ലേലൂയ. കർത്താവ് മാറ്റങ്ങൾ കൊണ്ടിരുന്ന ഒന്ന് കണ്ട് ആസ്വദിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് തിരുവചനം അവിടെ പറയാ, അതിന്റെ 11 പറയാ, സെർച്ച് ഫോർ പീസ് ആൻഡ് വർക്ക് ടു മെയിൻറ്റെയിൻ ഇറ്റ്. കുടുംബത്തിന് എപ്പോഴും നമ്മൾ ആ ഒരു അണുകുടുംബം നോക്കിയാൽ മതി. ഒരു കുടുംബം സമാധാനം സ്വസ്ഥതയുള്ളതായിരിക്കും. ആ അണുകുടുംബങ്ങള് നല്ലതായിരിക്കുമ്പം ദൈവസഭയൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ, ഫോക്കസ് ചെയ്യേണ്ട വിഷയങ്ങളിൽ നിന്ന് പോലും ഫോക്കസ് മാറിപ്പോവും. ഏതെങ്കിലും ദേവദാസന്മാരുടെ അടുത്തോ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അടുത്തോ വലിയ വലിയ എനിക്ക് കൃപാവരം വേണം, എന്നെ ഒന്ന് പ്രാർത്ഥിക്കണം, വലിയ എനിക്ക് കൃപാവരം വേണം, എന്നെ ഒന്ന് പ്രാർത്ഥിക്കണം ദേവദാസ, എൻ്റെ അകത്ത് ദർശനങ്ങൾ കാണാനും വെളിപ്പാടുകൾ ഉണ്ടാവാനായിട്ടുള്ള കൃപ പകരാൻ വേണ്ടി എൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ. എത്ര പേരുണ്ട്. എല്ലാരും ചെന്ന് ഞങ്ങള് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇങ്ങനെ ഞങ്ങളെ പഠിക്കണം, ഞങ്ങൾക്ക് സുവിശേഷ വേല ചെയ്യുന്ന ഞങ്ങൾ അങ്ങനെയാ പോവാറ് കർത്താവിന്റെ വലിയ കൃപയാല്. പക്ഷെ ഞങ്ങൾ കണ്ട ഒരു 70 വയസ്സായ അപ്പച്ചൻ അമ്മച്ചിയൊക്കെ വന്ന് നിന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ തമ്മിൽ തമ്മിൽ വഴക്ക. 70 വയസ്സായിട്ട് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, ഇവര് തമ്മിൽ വഴക്ക. ഈ വഴക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് നോക്കിക്കേ. 10 പേര് അങ്ങനെ ഒരു ദേവദാസന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക. ഇങ്ങനെ കുടുംബത്തിൽ വഴക്ക്, ഭർത്താവ് അനുസരിക്കത്തില്ല, ഭാര്യ അനുസരിക്കത്തില്ല, മക്കൾ അനുസരിക്കത്തില്ല. എന്നിട്ട് പറയും അപ്പൻ തൊട്ടേ മോശമാ, പിന്നെ എങ്ങനെയാ മക്കള് ശരിയാവുന്നേ അല്ലേ? എന്ത് സങ്കടമാ. അങ്ങനെ വരുമ്പം ആ ഒരു സമൂഹത്തിന്റെ പ്രാർത്ഥന ഫോക്കസ് പോലും ക്രിസ്തുവിൽ നിന്നും ദൈവരാജ്യം വലുതാകണം. ആരെങ്കിലും ചെന്ന് പ്രാർത്ഥിക്കുന്നത്, ദേവദാസ എന്നെ ഒന്ന് പ്രാർത്ഥിച്ച്, ഞാന് 10 നാളെ തുടങ്ങി ഞാൻ 10 ഷീറ്റ് കൊടുക്കാൻ പോവാ ആൾക്കാർക്ക്, ദൈവരാജ്യത്തിന്റെ വചനങ്ങളൊക്കെ എഴുതി ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചെല്ലുമ്പോ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അല്ല, ചെന്നെല്ലാം പ്രാർത്ഥിക്കുക. എൻ്റെ മോൾ അനുസരിക്കുന്നില്ല, മോൻ അനുസരിക്കുന്നില്ല, ഭർത്താവ് അനുസരിക്കുന്നില്ല, ഭാര്യ അനുസരിക്കുന്നില്ല, കുടുംബജീവിതം സ്വസ്ഥതയിൽ ഒന്ന് പ്രാർത്ഥിക്കണം അല്ലേ? പ്രാർത്ഥനകളൊക്കെ ഹല്ലേലൂയ വലിയ വലിയ കാര്യങ്ങൾ ദൈവസഭയ്ക്ക് നേടിയെടുക്കേണ്ടതിന് പകരം അണുകുടുംബം ക്രിസ്തുവിൻ്റെ പകരം അണുകുടുംബം ക്രിസ്തുവിന്റെ മുഖം ലോകത്തിന് കാണിക്കേണ്ട ഈ അണുകുടുംബത്തിനകത്തെ തെറ്റുപറ്റിപ്പോയി. ഹല്ലേലൂയ. അണുകുടുംബത്തിനകത്ത് ഭർത്താവ് ശരിയല്ല, ഭാര്യ ശരിയല്ല, ഇതെല്ലാം പറഞ്ഞ് ഫോക്കസ്. അപ്പം പിശാച് എന്നാ വലിയ തന്ത്രമാ കുടുംബങ്ങൾക്കകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്, ഞാൻ സാധിക്കാതെ പോകുന്നു. ഇന്ന് വഴക്കുണ്ടാവുന്ന കുടുംബങ്ങള്, സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങള്, ഇന്ന് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്നൊരു നിമിഷം കർത്താവിനോട് ഒന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഇന്ന് എവിടെങ്കിലുമൊക്കെ ഏതെങ്കിലും മേഖലയിൽ വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കണം. കർത്താവിനോട് പറയണം, മേഖലയിൽ വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് വിട്ടുകൊടുക്കണം. കർത്താവിനോട് പറയണം, ചില പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ തികട്ടി വരുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെയൊക്കെ മൊത്തത്തിൽ അങ്ങ് ഛർദ്ദിച്ച് കളയണം. സ്തോത്രം. ഇന്ന് പറയണം, കർത്താവെ നിർത്തി, ഇനി ഞാൻ ആ പഴയ കാര്യങ്ങളൊന്നും പൊക്കിക്കൊണ്ട് വരത്തില്ല. ഞാൻ ഈ വേണ്ടാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ എന്ത് കണ്ടാലും അതിനെ പിടിച്ചങ്ങോട്ട് കുറ്റവും പറഞ്ഞ് കുറവും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നും കൊണ്ട് നിർത്തി. ഞാൻ എൻ്റെ വീട്ടിലല്ലേ, ആ വാക്യം അങ്ങനെ 1 പത്രോസിന്റെ 3 അതിന്റെ 11 വാക്യം അങ്ങനെയാ പറയുന്നത്, ടേൺ അവേ ഫ്രം ഈവിൽ ആൻഡ് ഡു ഗുഡ്, സെർച്ച് ഫോർ പീസ് ആൻഡ് വർക്ക്. സമാധാനം കണ്ടെത്തി അത് നിലനിർത്താൻ വേണ്ടി ഒന്ന് ബന്ധപ്പെടാൻ. ഹല്ലേലൂയ. ഇന്ന് തീരുമാനമെടുക്കണം, ഞാൻ പഴയതൊന്നും ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വരത്തില്ല. ഇനി എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഉണ്ടായാൽ ഞാനത് കേട്ടില്ല എന്ന് വെക്കും. ഞാൻ സ്വസ്ഥതയ്ക്കകത്ത് ഞാൻ പ്രവേശിക്കും, ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കും. ചിലവരുണ്ട് ചിലവരുണ്ട് ഭർത്താവിന്റെ മോഹം ഇന്ന് എന്നെ നോക്കി ചിരിച്ചില്ലെങ്കിൽ, ഓ ഇയാൾക്ക് എന്നോട് ഇന്ന് ദേഷ്യമാ, എന്തോ അമ്മായിയമ്മ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ടാണ് എന്നോട് ഇന്ന് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. ചിലപ്പോൾ അത് പ്രായമായി കഴിഞ്ഞാൽ അത് വേറെ ആയിരിക്കും. ഈ മനുഷ്യൻ അല്ലേലും പണ്ടേ എന്നോട് സ്നേഹമില്ല, അത് കാരണം എന്നെ നോക്കി ഒന്ന് ചിരിക്കത്ത് പോലുമില്ല. ചിരിക്കണ്ടെന്നേ. ഹല്ലേലൂയ.
കർത്താവിനോട് പറയാം, കർത്താവേ സ്തോത്രം, പേന പോക്കറ്റിൽ ഉള്ളതിനായി സ്തോത്രം. ഹല്ലിയ. ഈ മനുഷ്യനെ എനിക്ക് തന്നതിനായി സ്തോത്രം, അല്ലെങ്കിൽ ഈ ഭാര്യ എനിക്ക് തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന് തീരുമാനമെടുക്കണം. പഴയതൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ട് വരത്തില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും എൻ്റെ കുടുംബജീവിതത്തിനകത്ത് ഞാൻ പൊക്കിക്കൊണ്ട് വരത്തില്ല. ഞാനായിട്ട് ഒരു വഴക്കിനോ അല്ലെങ്കിൽ ഒരു അസ്വസ്ഥതയ്ക്കോ കാരണമായി തീരത്തില്ല. സ്ത്രീകളോട് പറഞ്ഞു, a quiet and gentle spirit which is so precious to God. ഒരു സ്വസ്ഥതയും സമാധാനമുള്ള ഒരു ആത്മാവ് സ്ത്രീക്ക്, അത് ദൈവത്തിന്റെ കണ്ണിൽ ഭയങ്കര വിലയേറിയത്. നിങ്ങൾ ഭാര്യമാരെ നിങ്ങളെ പോലെ നിങ്ങൾ കരുതിയില്ലെങ്കിൽ, നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിച്ചില്ല. ചില ഭർത്താക്കന്മാർ പറയുമോ, എനിക്ക് എന്നോട് തന്നെ വലിയ സ്നേഹമൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല. ഹല്ലിയ. സ്വന്തമായിട്ട് അവനവന്റെ തുല്യമായി ഭാര്യമാരെ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സ്വർഗം പറയുന്ന ആണുങ്ങളോട് പറയുന്ന, നിങ്ങളുടെ പറയുന്ന സ്തോത്രം, രണ്ടുപേർക്കും ഒരേപോലെ റോളുണ്ട്. അല്ലേ? ഇന്ന് ഏതെങ്കിലും ഭർത്താക്കന്മാരെ ഇങ്ങനെ പറഞ്ഞ് 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 അവരുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ഇന്നും കൊണ്ട് അത് സ്റ്റോപ്പ് ആക്കണം. തിരിച്ച് അങ്ങനെ ചെയ്യുന്ന ഭർത്താക്കന്മാരെ കാണും. സ്വൈര്യം കൊടുക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും കൊടുക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും അല്ലേലും നിനക്ക് ഇങ്ങനെയാ, നിന്റെ വീട്ടുകാരിങ്ങനെയാ പറയുന്നവരുണ്ടെങ്കിൽ ഇന്നത് നിർത്തണം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങനെ ഇനിയും പറയാൻ ഇടയാവല്ല, അങ്ങനത്തെ സംസാരങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവല്ലേ. ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങൾ. ഈ ദിവസങ്ങളിൽ തകർന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ഇന്ന് കരമുയർത്ത് പ്രാർത്ഥിക്കാം ഒരു വാക്ക്. യേശുവിന്റെ നാമത്തിലെ കർത്താവെ, തകർന്ന കുടുംബ ജീവിതങ്ങള്, തമ്മിൽ പരസ്പരം മനസ്സിലാകാൻ പറ്റാത്ത ബന്ധങ്ങള്, അല്ലെ ഇന്ന് ആ ബന്ധങ്ങളെയൊക്കെ അങ്ങ് റിസ്റ്റോർ ചെയ്യണം യേശുവിന്റെ നാമത്തിലെ കർത്താവെ. ആ അണുകുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി തീരട്ടെ. ചിലവർ പറയും കണ്ണുനീര, സമാധാനമില്ല, ഹൃദയഭാരമാ. കർത്താവെ, അതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങയുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുവാൻ കർത്താവെ ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം സ്വസ്ഥതയില്ലാത്തത്, തകർന്നവര്, അല്ലെങ്കിൽ ഒന്നും കിട്ടിയിരിക്കുന്നവര് ഈ ദിവസങ്ങളിൽ അങ്ങ് ബലപ്പെടുത്തി. ഹല്ലിയ. പണ്ടത്തെക്കാട്ടിലും ഹല്ലിയ ഈ ദിവസങ്ങളിൽ കുടുംബജീവിതമൊക്കെ ഏറ്റവും നല്ലതാക്കി എടുക്കണം. യോബിന്റെ ഭാര്യ യോബിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ മനുഷ്യ ഇങ്ങനെ ഇരുന്ന് നിങ്ങളുടെ ദൈവത്തിനെ ഇങ്ങനെ സേവിക്കുന്നത്? നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവത്തിനെ നിങ്ങൾ പ്രാഗിയിട്ട് നിങ്ങൾ പോയി ചാകാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ അവസാന ഭാഗം, യോബിന്റെ അവസാനത്തെ ഭാഗത്ത് വരുമ്പം യോബും ഭാര്യയും ഒന്നും വേർപിരിഞ്ഞ് അവര് രണ്ടിടത്ത് പോയി ഒന്നും ജീവിച്ചില്ല. ആ ഭാര്യ തന്നെ ആയിരിക്കും, വചനം വേറെ ഒന്നും ഭാര്യമാരെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, ഈ യോബിന് പിന്നെ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ കാണുന്നു, ഹല്ലേലൂയ, ഈ യോബിന് പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി. ആ ദേശത്തെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺപിള്ളാരും ഭയങ്കര ധനമുള്ളവരും. അപ്പൊ എല്ലാം ദൈവം റിസ്റ്റോർ ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് റിസ്റ്റോർ ചെയ്യാൻ പറ്റും, യഥാസ്ഥാനപ്പെടുത്താൻ പറ്റും. ഹല്ലേലൂയ. കർത്താവെ, കുടുംബങ്ങളെ അങ്ങ് റിസ്റ്റോർ ചെയ്യുന്നതിനായി സ്തോത്രം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. തമ്മിലുള്ള തർക്കങ്ങളും വാദങ്ങളും ഇഷ്ടയില്ലായ്മകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം അവസാനിച്ച് ഹല്ലേലൂയ ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക്, ക്രിസ്തു ഇവരുടെ കുടുംബത്തിന് വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിനകത്തേക്ക് കുടുംബങ്ങൾ കയറുവാൻ കർത്താവ് സഹായിക്കണം. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു.